ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടത് ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകനായിട്ടോ, ഒരു ലയണൽ മെസ്സി ആരാധകനായിട്ടോ, ഒരു നെയ്മർ ജൂനിയർ ആരാധകനായിട്ടോ, അത് ഇവരെയൊക്കെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരാളോ ആയിട്ടല്ല, ഒരു ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ ആരാധകനായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഫുട്ബോൾ എന്നത് നമുക്ക് മറ്റു സ്പോർട്സ് ഗെയിമുകളെ പോലെ വെറും ഒരു ഗെയിമും മാത്രമല്ല. ഫുട്ബോളിൽ ഇമോഷൻസ് ഉണ്ട്. ഫുട്ബോൾ എന്നത് നമുക്ക് ഓരോരുത്തർക്കും വികാരമാണ്. വെറും ഒരു ഗെയിമായി മാത്രം അതിനെ പറഞ്ഞു തള്ളാൻ കഴിയില്ല. ബ്രിട്ടനിൽ ഉരുളുന്ന പന്തിനെ കാലുകൊണ്ട് തട്ടി തുടങ്ങിയതാണ് ഈ ഗെയിം. ഇന്ന് ഈ ഗെയിം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ തുടങ്ങി വയസ്സായി പ്രായമായവർ വരെ ഈ ഗെയിമിനെ ഇത്രമേൽ സ്നേഹിക്കുന്നു. ഫുട്ബോളിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഫുട്ബോൾ ലോകത്തേക്ക് വന്ന് ലോക ഫുട്ബോൾ പ്രേമികളെ വിസ്മയിപ്പിച്ച ഒരുപാട് താരങ്ങളുണ്ട്, ഒരുപാട് സുവർണ കാലഘട്ടങ്ങളുണ്ട്. നാം എല്ലാം ജീവിക്കുന്നതിന് മുൻപ്, എത്രയോ കാലങ്ങൾക്ക് മുൻപ് പന്ത് തട്ടിയ പെലെയെയും മറഡോണയെയും യോഹാൻ ക്രൈഫിനെയും എല്ലാം ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ പോലും ഓർത്തിരിക്കണമെങ്കിൽ ഫുട്ബോളിന്റെ മനോഹാരിത എത്രത്തോളം ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. ലോക ഫുട്ബോളിലെ ഏറ്റവും സുവർണ കാലഘട്ടത്തിലാണ് നാം ജനിച്ചിരിക്കുന്നത്. ലോക ഫുട്ബോളിന്റെ ഏറ്റവും സുവർണ കാലഘട്ടം ലൈവായി ഫുട്ബോൾ കാണാൻ കഴിഞ്ഞ നമ്മളൊക്കെ ഭാഗ്യവാന്മാർ തന്നെയാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു സുവർണ കാലഘട്ടത്തിൽ ഫുട്ബോൾ കാണാൻ കഴിഞ്ഞ നമ്മളൊക്കെ ഭാഗ്യവാന്മാർ തന്നെയല്ലേ. വർഷങ്ങൾക്കപ്പുറം, നൂറ്റാണ്ടുകൾക്കപ്പുറം അന്നും ലോക ഫുട്ബോൾ ഓർത്തിരിക്കും. ഇന്ന് ഫുട്ബോൾ ജനറേഷനിൽ ഇന്ന് ഫുട്ബോൾ കളിച്ച് നമ്മയൊക്കെ വിസ്മയിപ്പിക്കുന്ന നെയ്മർ ജൂനിയർ, ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിങ്ങനെയുള്ള താരങ്ങളെ കാലമേ ഇനി പിറക്കുമോ ഇതുപോലെയുള്ള ഇതിഹാസങ്ങൾ? സംശയകരമാണ്. അതെ, ലോക ഫുട്ബോളിൽ ഇനി എത്ര കാലം കഴിഞ്ഞാലും, ഇനി എത്ര പുതിയ താരങ്ങൾ വന്നാലും ഇവരെ പോലെയുള്ള താരങ്ങൾ വരുമോ എന്നതിൽ ഒരു ഉറപ്പുമില്ല. ഇവരുടെ പടിയിറക്കം ഫുട്ബോൾ ലോകത്തെ തന്നെ അതിൻ്റെ വലിയൊരു ശൂന്യതയിലേക്ക് എത്തിക്കുമെന്നത് തീർച്ചയായ കാര്യം തന്നെയാണ്. ലോക കാൽപന്തിനെ അതിൻ്റെ മനോഹരതയിലെത്തിക്കുന്ന ലോകകപ്പ്, അത് 2026 ലോകകപ്പ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ ലോകകപ്പിന് മുൻപേ തന്നെ നാം ഉറപ്പിച്ചൊരു കാര്യമുണ്ട്. ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും എല്ലാം അവസാന വേൾഡ് കപ്പ് ആയിരിക്കും ഇത്. ദ ലാസ്റ്റ് ഡാൻസ് ഓഫ് ഗോഡ്സ്. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ മൂന്നും പേരും പടിയിറങ്ങിയാൽ ഫുട്ബോൾ ലോകത്തുണ്ടാകുന്ന ശൂന്യതയെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. 2026 വേൾഡ് കപ്പിന് മുൻപോടിയായി നമ്മുടെ നാട്ടുകളിലുള്ള എല്ലാ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ശ്രദ്ധിച്ചാൽ മതി. ക്രിസ്ത്യാനോയെയും നെയ്മറിനെയും ലയണൽ മെസ്സിയെയും എല്ലാം മുൻനിർത്തിയാണ് ഓരോ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും വരുന്നത്. അതുതന്നെയാണ് ഫുട്ബോൾ ചരിത്രത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നതും. അത് അവർ മൂന്ന് പേരും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അവർ മൂന്ന് പേരും എത്രത്തോളം മികച്ചവരാണെന്നും ഫുട്ബോൾ ലോകത്തിനറിയാം. 4 വർഷങ്ങൾ കഴിഞ്ഞാൽ 2030 വേൾഡ് കപ്പ് വരും. അന്നും ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ അന്ന് ഫ്ലക്സുകളിൽ നിറഞ്ഞാടാൻ ലയണൽ മെസ്സിയോ ക്രിസ്ത്യാനോയോ നെയ്മറോ ഉണ്ടാകില്ല. അതെ, വേൾഡ് കപ്പിനെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ, വേൾഡ് കപ്പിൻ്റെ മനോഹാരിതയെ വർദ്ധിപ്പിക്കാൻ, വേൾഡ് കപ്പിൻ്റെ ആവേശത്തെ എന്നും രോമാഞ്ചകുലിതമാക്കാൻ അവർ ഉണ്ടാകില്ല എന്നറിയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ വികാരം? അങ്ങനൊരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ വന്നെത്തി നിൽക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തെ നാം സ്വീകരിക്കണം. കഴിഞ്ഞ പതിറ്റാണ്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സി, നെയ്മർ ജൂനിയറും എല്ലാം ഉണ്ടാക്കിയെടുത്ത ആരാധകരാണ് ഇന്ന് കേരളത്തിലുള്ള അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും എല്ലാം ഫ്ലക്സുകൾ അടിക്കുന്നത്. എന്നാൽ അടുത്ത വേൾഡ് കപ്പ് വരുമ്പോൾ അങ്ങനെയൊരു കട്ടൗട്ട് അടിക്കാൻ മറ്റൊരു താരവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുകൊണ്ട് ഒരിക്കലും ഫുട്ബോൾ അവസാനിച്ചു എന്നല്ല, ഫുട്ബോൾ ഇനിയും വരും. ഒരുപാട് യുവതാരങ്ങൾ ഫുട്ബോൾ ലോകത്തേക്ക് വരും. നമ്മെ എന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു കലാരൂപം തന്നെയാണ് ഫുട്ബോൾ. അവിടെ വന്ന് വിസ്മയങ്ങൾ പല താരങ്ങളും ഒരുപാട് തീർക്കാറുമുണ്ട്. എർലിംഗ് ഹാലൻഡും കിലിയൻ എംബാപ്പയും എല്ലാം ഇപ്പോൾ തന്നെ ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയുള്ള വർഷങ്ങളിലും ഫുട്ബോൾ അതിൻ്റെ മനോഹരമായ രീതിയിൽ തന്നെ കടന്നു പോകും. ഒരുപാട് താരോദയങ്ങൾ ഉണ്ടാകും. ഇപ്പോഴുള്ള പല താരങ്ങളുടെ മികച്ച പ്രകടനവും മികച്ച വിസ്മയവും നമുക്ക് കളിക്കളത്തിൽ കാണാം. പക്ഷേ ഒന്ന് മാത്രം ഉറപ്പാണ്, ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോയും നെയ്മറും ഒഴിച്ചുവിട്ട ആ കളം ആർക്കും പൂർത്തിയാക്കാൻ കഴിയില്ല. പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ജനിച്ചവനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗലിൽ ജനിച്ച അയാൾക്ക് പോർച്ചുഗലിൽ ഫുട്ബോൾ ചരിത്രങ്ങളൊന്നുമില്ലായിരുന്നു. എങ്കിലും ഉരുളുന്ന പന്തിന് പിന്നാലെ സ്വപ്നങ്ങൾ കൊണ്ട് നടന്നവനാണ് അയാൾ. അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ബാല്യത്തിൽ അയാൾ അനുഭവിച്ച ജീവിതം, അയാളുടെ പ്രതികാര കഥകളും ഇന്നും ചെറിയ കുട്ടികൾക്ക് പോലും ഇൻസ്പിറേഷനാണ്. ഒരിക്കലും തളരാത്ത മനോഭാവമാണ് അയാൾക്കുള്ളത്. തൻ്റെ സ്വപ്നം നേടിയെടുക്കുന്നതിന് വേണ്ടി എത്രയേറെ കഷ്ടപ്പെടണമോ അത്രയും ഏറെ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു താരമാണ് അയാൾ. ആ കഷ്ടപ്പാടുകൾക്കും ആ പ്രയത്നങ്ങൾക്കും ഒടുവിൽ അയാൾ പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിങ്ങിലേക്ക് വരുന്നു. അവിടെയായിരുന്നു പോർച്ചുഗലിലെ മദീരയിൽ ജനിച്ച ആ രാജാവിൻ്റെ, ആ ഫുട്ബോൾ ഇതിഹാസത്തിൻ്റെ
ജീവചരിത്രം ആരംഭിക്കുന്നത്. സ്പോർട്ടിങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ചായ സർ അലക്സ് ഫെർഗ്യൂസൺ ആ പയ്യന്റെ ടാലന്റ് മനസ്സിലാക്കി അയാളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു. ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം. അത് യുണൈറ്റഡിന് വേണ്ടി സർ അലക്സ് ഫെർഗ്യൂസന് കീഴിൽ അയാൾ ചരിത്രങ്ങൾ എഴുതിക്കൊണ്ടേയിരുന്നു. ഫുട്ബോൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ തന്റേതായ ചരിത്രം എഴുതാൻ തുടങ്ങിയിരുന്നു. പിന്നീട് ലാലിഗ ക്ലബായ റിയൽ മാഡ്രിഡിലേക്ക് പോയി. ഫുട്ബോൾ രാജാക്കന്മാരായ റിയൽ മാഡ്രിഡിൽ അയാൾ രാജാവായി തന്നെ വാഴ്ത്തു. റിയൽ മാഡ്രിഡിന്റെ തൂവെള്ള ജേഴ്സിയിൽ അയാൾ തീർത്ത ചരിത്രം ഇന്ന് ബെർണാബുയിലെ ഓരോ പുൽത്തകിടനും അറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളായിരുന്നു റിയൽ മാഡ്രിഡ് ജേഴ്സിയിൽ ലോക ഫുട്ബോൾ കണ്ടത്. അതിനുശേഷം റിയൽ മാഡ്രിഡിനോട് വിട പറഞ്ഞുകൊണ്ട് അദ്ദേഹം യുവന്റസിലേക്ക് പോകുന്നു. അവിടെയും ചരിത്രം ആവർത്തിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കൽ കൂടെ തന്റെ പ്രിയപ്പെട്ട ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരികെ പോകുന്നു. അവിടെ നിന്നും സൗദി പ്രോ ലീഗ് ക്ലബായ അൽ നസറിലേക്ക് പോകുന്നു. ഇപ്പോൾ നിലവിൽ അൽ നസറിന് വേണ്ടി ബൂട്ടുകെട്ടുകയാണ് അയാൾ. താൻ ബൂട്ടുകെട്ടിയ മണ്ണിലെല്ലാം അയാൾ തന്റെ ചരിത്രം എഴുതിയിട്ടേ ഉള്ളൂ. പോർച്ചുഗലിന് വേണ്ടി അയാൾ നേടിയ ചരിത്ര നേട്ടങ്ങൾ അതിലേറെയാണ്. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ബൂട്ടുകെട്ടിയതിനു ശേഷം 6 വേൾഡ് കപ്പിലും പോർച്ചുഗൽ യോഗ്യത നേടിയിരുന്നു. 2016 പോർച്ചുഗൽ തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി യൂറോ കപ്പ് നേടിയപ്പോൾ അവരെ മുന്നിൽ നിന്ന് നയിച്ചത്, അവർക്ക് ആ കിരീടം നേടിക്കൊടുത്തത് അയാൾ തന്നെയായിരുന്നു. പിന്നീട് 2019 നാഷണൽ ലീഗും 2025 നാഷണൽ ലീഗും അയാൾ പോർച്ചുഗലിന് വേണ്ടി നേടി. എല്ലാം കൊണ്ടും ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലയണൽ മെസ്സി. ഫുട്ബോൾ ഇതിഹാസം ഡിയാഗോ മാറഡോണയുടെ മണ്ണിൽ ജനിച്ചവൻ. അർജന്റീനയിലെ റൊസാരിയോയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളർച്ചാ മുരടിപ്പ് രോഗം വന്ന് ഇനിയൊരടി പോലും വളരില്ല എന്ന് എല്ലാ ഡോക്ടർമാരും വിധി എഴുതി. ആ വിധിയെ പൊളിച്ചടുക്കിയ ലയണൽ മെസ്സിയുടെ ചരിത്രമൊന്നും ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഇന്ന് കേരളത്തിലെ ചെറിയ കുട്ടികൾക്ക് പോലും അത് ഇൻസ്പിറേഷനാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടി ക്യാമ്പ് നൗവിൽ ബൂട്ട് കെട്ടിയാണ് അയാളുടെ തുടക്കം. സാക്ഷാൽ റൊണാൾഡീനിയോയുടെ അസിസ്റ്റിൽ ലയണൽ മെസ്സി ആദ്യ ഗോൾ നേടുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫുട്ബോളിൽ അയാൾ ചരിത്രം തീർക്കുകയായിരുന്നു. തന്റെ ഇടം കാലം കൊണ്ട് എതിരാളികളെ ഡ്രിബിൾ ചെയ്ത് മനോഹരമായ നൃത്തം ഫുട്ബോൾ കളിക്കളത്തിൽ അയാൾ നടത്തിക്കൊണ്ടേയിരുന്നു. ബാഴ്സലോണയ്ക്ക് വേണ്ടി ബൂട്ടുകെട്ടിയതിനു ശേഷം ലയണൽ മെസ്സി അവിടെ ചരിത്രങ്ങൾ തീർത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് പിന്നീട് ബാഴ്സലോണയുടെ ഹൃദയമായി മാറുകയായിരുന്നു ലയണൽ മെസ്സി. ലയണൽ മെസ്സിക്ക് ശേഷം ബാഴ്സലോണയുടെ അവസ്ഥ ഫുട്ബോൾ ലോകം കണ്ടതാണ്. ബാഴ്സലോണയുടെ എല്ലാമായി ബാഴ്സലോണക്കെല്ലാം നേടിക്കൊടുത്ത് ഒടുവിൽ ബാഴ്സലോണ വിട്ട് അയാൾ PSG പോകുന്നു. PSG ഫ്രഞ്ച് ഫുട്ബോളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ഒടുവിൽ യൂറോപ്യൻ ഫുട്ബോൾ തന്നെ വിട്ടുകൊണ്ട് അമേരിക്കൻ ക്ലബായ ഇന്റർ മിയാമിയിലേക്ക് ലയണൽ മെസ്സി കയറുകയാണ്. നിലവിൽ ഇന്റർ മിയാമിക്ക് വേണ്ടി അയാൾ കളിക്കുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി പുതിയ ചരിത്രങ്ങൾ തീർക്കുകയായിരുന്നു അയാൾ. അത് 2014 വേൾഡ് കപ്പ്. മികച്ച പ്രകടനം തന്നെയായിരുന്നു ലയണൽ മെസ്സിക്ക് കീഴിൽ അർജന്റീന കാഴ്ചവെച്ചത്. എന്നാൽ ഫൈനലിൽ അർജന്റീനൻ ആരാധകരെയും ലയണൽ മെസ്സി ആരാധകരെയും നിരാശപ്പെടുത്തി ജർമ്മനിയോട് 1 ഗോളിന് തോൽക്കുകയായിരുന്നു. പിന്നീട് 2015-16 കോപ്പ അമേരിക്കയിലും ഫൈനൽ വരെ എത്തി അർജന്റീനക്ക് തോൽവിയേൽക്കേണ്ടി വന്നു. അർജന്റീനയുടെ ക്യാപ്റ്റൻ, അർജന്റീനക്കാരുടെ നായകൻ, 3 ഫൈനൽ വരെ ടീമിനെ എത്തിച്ചിട്ടും 1 കിരീടം പോലും അയാൾക്ക് നേടാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ അയാൾക്ക് കേൾക്കേണ്ടി വന്നിരുന്നു. ക്ലബ് പ്ലെയർ എന്നും ഫൈനലുകളിൽ മെസ്സിക്ക് കളിക്കാൻ കഴിയില്ല എന്നും അർജന്റീനയ്ക്ക് വേണ്ടി ഒന്നും നേടാൻ കഴിയില്ല എന്നും പലരും വിധി എഴുതി. എന്നാൽ അവിടെ നിന്നായിരുന്നു ആ മെസ്സിയുടെ ഉയർത്തെഴുന്നേൽപ്പ്. അത് 2019 സ്കലോണി അർജന്റീനയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും പിന്നീട് 2021 കോപ്പ അമേരിക്ക നേടുകയും 2022 ഖത്തറിൽ വേൾഡ് കപ്പ് നേടിയപ്പോൾ അതോടെ ലയണൽ മെസ്സി പൂർണ്ണനാക്കുകയായിരുന്നു. ജീവിതത്തിലെല്ലാം നേടിയ ലയണൽ മെസ്സി തന്റെ ടീമിന് വേണ്ടി വേൾഡ് കപ്പ് നേടി ലോക ഫുട്ബോളിലെ എല്ലാ കിരീടങ്ങളും തന്റെ കാൽ കീഴിലാക്കുകയായിരുന്നു. ഫുട്ബോൾ ലോകത്ത് ഓരോ താരങ്ങളും സ്വപ്നം കാണുന്ന ലോകകപ്പ് ഒരു കയ്യകലെ നഷ്ടപ്പെട്ട് അന്ന് കണ്ണീരൊഴുക്കി. പിന്നീട് 8 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരിക്കൽ കൂടെ ആ കിരീടം നേടിക്കൊണ്ട് അയാൾ ആനന്ദ കണ്ണീരൊഴുക്കുകയായിരുന്നു. എല്ലാം കൊണ്ടും ഇന്ന് അയാൾ പൂർണ്ണനാണ്. ഇന്ന് ലോക ജേതാവാണ് ലയണൽ മെസ്സി. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും 1 പതിറ്റാണ്ടോളം ഫുട്ബോൾ ലോകത്തെ അടക്കി ഭരിക്കുകയായിരുന്നു. ഫുട്ബോൾ ലോകത്തെ തന്നെ തന്റെ കാൽ കീഴിലാക്കുകയായിരുന്നു ഇരുവരും. അത് ഇന്നും ഓർക്കുകയാണ്. ലയണൽ മെസ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടിയും ക്രിസ്ത്യാനോ റൊണാൾഡോ റിയൽ മാഡ്രിഡിനും വേണ്ടി കളിക്കുമ്പോഴുള്ള എൽ ക്ലാസിക്കോ മത്സരങ്ങൾ ഇന്നും ആലോചിക്കുമ്പോൾ രോമാഞ്ചമാണ് ആ ഓരോ മത്സരങ്ങളും. ഇരുവരുടെയും ഇതിഹാസ കഥകൾ പറയുമ്പോൾ നാം തീർച്ചയായും പറയേണ്ട മറ്റൊരു നാമം കൂടെയുണ്ട്. അത് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും കഴിഞ്ഞാൽ ലോക ഫുട്ബോളിലെ
ഏറ്റവും മികച്ച താരമാരെന്ന് ചോദിച്ചാൽ ആരും ഒരുപോലെ പറയുന്ന ആ പേര്. ഒരുപക്ഷെ പരിക്കുകൾ ഇന്ന് അയാളുടെ ജീവിതത്തെ ഇത്രയേറെ ബാധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോക്കും കൂടെ ഫുട്ബോൾ ലോകത്ത് അയാളും ചരിത്രങ്ങൾ എഴുതിയേനെ. ഫുട്ബോൾ ലോകത്ത് വലിയ അംഗീകാരങ്ങളോ മറ്റോ അയാൾക്കില്ല. എങ്കിലും ലോക ഫുട്ബോളിൽ ഇത്രയേറെ ആരാധകർ നെയ്മർ ജൂനിയറിനുണ്ടെങ്കിൽ അത് മാത്രം ആലോചിച്ചാൽ മതി അയാൾ എത്രത്തോളം മികച്ചവനാണ് എന്ന് മനസ്സിലാക്കാൻ. തന്റെ സ്കില്ലുകൾ കൊണ്ട് കളിക്കളത്തിൽ മായാജാലം തീർക്കുന്ന മാന്ത്രികനാണ് അയാൾ. ഫുട്ബോൾ ലോകത്തേക്ക് ഒരുപാട് ഇതിഹാസ താരങ്ങളെ തന്ന അതേ ബ്രസീലിന്റെ മണ്ണിൽ നിന്നും ഉദിച്ചു വന്നവനാണ് നെയ്മർ ജൂനിയർ എന്ന താരവും. ആദ്യം ബ്രസീലിയൻ ക്ലബായ സാന്റോസിന് വേണ്ടി ബൂട്ട് കെട്ടുകയും അവിടെ നിന്നും ബാഴ്സലോണയ്ക്ക് പോയി ബാഴ്സലോണയിൽ മികച്ച ചരിത്രം തന്നെ ലയണൽ മെസ്സിക്കും സുവാരസിനും കീഴിൽ അയാൾ തീർത്തു. ബാഴ്സലോണയിൽ നെയ്മർ ജൂനിയർ എന്തായിരുന്നു എന്ന് ഫുട്ബോൾ ആരാധകർക്കും നെയ്മർ ആരാധകർക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതേസമയമായിരുന്നു 2014 വേൾഡ് കപ്പ്. അത് നെയ്മറിന്റെ തോളിലേറിക്കൊണ്ട് സ്വപ്നങ്ങളേറി ബ്രസീൽ സെമി ഫൈനൽ വരെ എത്തി. എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ ആ മുഹൂർത്തം അത് കൊളംബിയൻ ഡിഫൻഡറിന്റെ ഫോൾ നെയ്മർ ജൂനിയറിന്റെ നട്ടെല്ലൊടിയുന്നു. അത് നെയ്മറിന്റെ ജീവിതത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നായിരുന്നു. സെമി ഫൈനലിൽ ജർമ്മനിയോട് 7-1 എന്ന നാണം കെട്ട തോൽവിയിൽ ബ്രസീൽ ആരാധകരെല്ലാവരും സങ്കടത്തിലായി. അത് ആ നിമിഷം ബ്രസീൽ ആരാധകർ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം, ആ കളിക്കളത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നുവെങ്കിൽ മത്സരത്തിന്റെ സ്കോർ മറ്റൊന്നായേനെന്ന്. ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോക്കും ഒപ്പം വളരേണ്ട താരം തന്നെയാണ് നെയ്മർ ജൂനിയറും. അത്രത്തോളം ആരാധകരെ നെയ്മർ ജൂനിയർ ലോകമെമ്പാടും നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട്. അത് അയാളുടെ മികച്ച കളി കൊണ്ട് തന്നെയാണ്. ലോക ഫുട്ബോളിനെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇതിഹാസം തന്നെയാണ് നെയ്മർ ജൂനിയറും. ലോക ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച 3 ഇതിഹാസങ്ങളാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മർ ജൂനിയറും. 3 പേരും കളം വിടാൻ ഒരുങ്ങുമ്പോൾ ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ ആരുടെയും ഹൃദയം ഒന്ന് തകർന്നു പോകും. ഇവർക്ക് ശേഷം ഫുട്ബോൾ ശൂന്യമാണ്. ഇവരുടെ ഇടങ്ങൾ പൂർത്തിയാക്കാൻ മാത്രം ഒരു താരത്തിനും കഴിയില്ല. അത് ഇനിയും ലോക ഫുട്ബോളിലേക്ക് എത്രയൊക്കെ താരങ്ങൾ വന്നാലും അതൊന്നും നെയ്മർ ജൂനിയറോ ക്രിസ്ത്യാനോ റൊണാൾഡോയോ ലയണൽ മെസ്സിയോ ആകില്ല എന്നതാണ് സത്യം. കാലമേ ഇനി പിറക്കുമോ ഇതുപോലുള്ള ഇതിഹാസങ്ങൾ? കാലത്തിന് പോലും അതിനു മുൻപിൽ തോറ്റു കൊടുക്കേണ്ടി വരും. കാരണം ഇനിയൊരിക്കലും പിറക്കില്ല ഇങ്ങനെയുള്ള താരങ്ങൾ. അത് ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോക്കും നെയ്മറിനും പകരം പല താരങ്ങളെയും ലോക ഫുട്ബോൾ ഇപ്പോൾ പറയുന്നുണ്ട്. അത് നിരന്തരം സോഷ്യൽ മീഡിയ ലയണൽ മെസ്സിക്ക് പകരക്കാരനെന്നും ക്രിസ്ത്യാനോക്ക് പകരക്കാരനെന്നും നെയ്മറിന് പകരക്കാരനെന്നെല്ലാം നാം കേൾക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് പകരക്കാരില്ല, അവർക്ക് പകരം അവർ തന്നെ. ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ അവസാനമായി ഞാനൊരു കാര്യം പറയാം. ഇത് 2026 വേൾഡ് കപ്പിന്റെ ആവേശത്തിലാണ് ഫുട്ബോൾ ലോകം ഒന്നടക്കം. ക്രിസ്ത്യാനോയുടെയും ലയണൽ മെസ്സിയുടെയും നെയ്മർ ജൂനിയറിന്റെയും എല്ലാം കളിക്ക് ലോക ഫുട്ബോളിലെ ഓരോ ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുകയാണ്. എങ്കിലും ഒരു കാര്യം മാത്രം ആലോചിക്കുക, ലോക ഫുട്ബോളിനെ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഏറ്റവും മനോഹരമാക്കിയ ഇതിഹാസങ്ങൾ പടിയിറങ്ങാൻ പോകുകയാണ്. അവരുടെ അവസാന വേൾഡ് കപ്പിന് വേണ്ടി അവർ ബൂട്ട് കെട്ടുമ്പോൾ അവരുടെ 3 പേരുടെയും കളി നാം ആസ്വദിക്കണം. 3 പേരിൽ ഏറ്റവും മികച്ചത് ആര് എന്നല്ല ചോദിക്കേണ്ടത്, 3 പേരുടെയും കളി ആസ്വദിക്കുക. ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന, ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ആ ഇതിഹാസങ്ങളുടെ മത്സരങ്ങൾ ഓരോന്നും കൺകുളിർക്കെ കാണുക. താങ്ക് യു ക്രിസ്ത്യാനോ, ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ, ഞങ്ങൾ കാണുന്ന ഫുട്ബോളിനെ ഇത്രമേൽ മനോഹരമാക്കിയതിന്. നിങ്ങൾ ഫുട്ബോൾ ലോകത്ത് നിന്നും പടിയിറങ്ങിയാലും ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ പടിയിറങ്ങില്ല. കാലം എത്ര കടന്നുപോയാലും ഫുട്ബോൾ ഇതിഹാസ കഥകളിൽ നിങ്ങളുടെ കഥകൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടേയിരിക്കും.